ഞങ്ങളുടെ മകന് സെർബ്രൽ പാൾസിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് അവന് 1 വയസ്സ് മുതൽ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം 3 വർഷത്തോളം ഞങ്ങൾ കോച്ചിയായിട്ട് ചെയ്തു. അതിനുശേഷമാണ് ഇവിടെ വന്ന് ഇൻടച്ച് വന്ന ഫിസിയോതെറാപ്പി സെൻ്ററായിരുന്നു 4 വർഷം ചെയ്യുന്നത്. അതിൽ ഇവിടെയുള്ള ഗോവയിലുള്ള തറൽനക്ക എന്ന് പറഞ്ഞ ഡോക്ടർ സാറിൻ്റെ അടുത്ത് പോയി കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോയി കാണിക്കുകയും സർജറി പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞ 2024 ഡിസംബറിൽ 4 മാസം മുൻപ് ഞങ്ങൾ സർജറി ചെയ്തു. 4 മാസമായി കണ്ടിന്യൂസ് ആയിട്ട് സർജറിക്ക് ശേഷം ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ മകൻ മുൻപ് മുട്ടിൽ കഴിഞ്ഞിട്ട് കൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം സ്വന്തമായി നടക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. പണ്ട് ഒരു 5-6 സ്റ്റെപ്പ് വെക്കുമ്പോഴേക്ക് തന്നെ വീട് പോകുന്ന സ്ഥിതിയായിരുന്നു. ഇപ്പം വളരെ ബാലൻസ് ആയി നടക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോകാൻ സാധ്യതയുണ്ട്. അത് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. വലിയ ഒരു മാറ്റം തന്നെ അതിന് വന്നു ഈ സർജറിയിലൂടെ. വീണ്ടും സന്തോഷം. ഈ സർജറി ചെയ്തു കഴിഞ്ഞാലും അതിൽ ഈ ഫിസിയോതെറാപ്പി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 4 മാസം ഏകദേശം 3 മണിക്കൂറോളം വരുന്ന 4 സെഷനോട് കൂട്ടിയിട്ടാണ്. അപ്പോൾ ആ ഫിസിയോതെറാപ്പിന്റെ സർജറി മാത്രമല്ല, ഫിസിയോതെറാപ്പി കൃത്യമായി ചെയ്തു. അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്തത് കൊണ്ടാണ് ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടായിരുന്നതാണ് ഡോക്ടറും പറഞ്ഞത്. അപ്പോൾ സർജറി കൊണ്ട് മാത്രമല്ല, അതിനുശേഷം ചെയ്ത ഫിസിയോതെറാപ്പിയും കൂടിയാണ് ഇതില് എൻ്റെ മകളിൽ കൃത്യമായിട്ട് ഇങ്ങനെ ഇത്രയും നല്ലൊരു മാറ്റം ഉണ്ടാവും അതിനുള്ള കാരണം തന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് വളരെ സന്തോഷമാണ്. കാരണം എത്രയോ വർഷമായി മകൻ ഇത്ര വീട്ടിലറിഞ്ഞുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് മാറി സ്വതന്ത്രമായിട്ട് നടക്കാൻ സാധിക്കുന്നു. അത് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ട്. എന്തായാലും വളരെ സന്തോഷം.